Hi friends, welcome back to our channel. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബ്രെഡ് കാജിയാണ്. നമുക്കതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ബ്രെഡ് എടുക്കാം. ഈ ബ്രെഡിൻ്റെ 4 വശം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡിൻ്റെയും 4 സൈഡും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പിന് 1/4 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ പഞ്ചസാര വെള്ളത്തിൽ നന്നായി ഒന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചതച്ചു വെച്ച ഏലക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രെഡ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഓരോ ബ്രെഡിനെയും നമുക്കെടുത്തിട്ട് ഈ ഷുഗർ സിറപ്പിലിട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ബ്രെഡിനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരം ഇഷ്ടമുള്ള എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്കിനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.